ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൻ ഇടയ്ക്കിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോവാറുള്ളതാ. ഒരിക്കൽ അവിടെ വെച്ച് വിഷ്ണുവിനെ കണ്ടൂന്നും വിളിച്ച് പറഞ്ഞത്. എന്നിട്ടാണോ ഇപ്പൊ തന്നെ ആ ഫോണിൽ വിളിച്ചിട്ട് അവനോട് കാര്യം പറയും? എന്തായടി? റിങ് ചെയ്യുന്നുണ്ട്. ആ ചേച്ചി, നീ ഇപ്പൊ എവിടെയാ? ആ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ചെറിയൊരു പർച്ചേസിങ്. നീ ഇവിടെ നാട്ടിലുണ്ടോ? ആ ഉണ്ടല്ലോ. എങ്കിൽ എനിക്ക് വേണ്ടി നിനക്കൊന്ന് മധുര വരെ പോവാമോ? ഒരു വിവരം തിരക്കാനാ. ആ നിനക്കാവുമ്പോ അവിടെ അത്യാവശ്യം പരിചയമൊക്കെ ഉണ്ടല്ലോ. അതിനെന്താ ചേച്ചി, പോവാലോ. എങ്കിൽ നീ ഇവിടം വരെ ഒന്ന് വാ, എന്റെ വീട്ടിലേക്ക്. എന്നിട്ട് വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ആ ശരി ചേച്ചി. കമലനാന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ എടുത്തിയമേ, എവിടെയെങ്കിലും പോണോ? നീ ഒരാളുടെ കൂടെ മധുര വരെ ഒന്ന് പോണം. അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ആശാനെ കുറിച്ച് തിരക്കാനാണോ? തിരക്കണം കമല. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എനിക്കെന്റെ വിഷ്ണുവേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കാനൊന്നും ആവില്ല. സത്യം അറിയണം. അതിന് മധുര എങ്കിൽ മധുര അവിടെ പോയി അന്വേഷിക്കുക തന്നെ ചെയ്യണം. എനിക്കറിയണം സത്യം എന്താണെന്ന്. അമ്മേ, 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 അമ്മേ. അങ്കിൾ, അങ്കിൾ. അമ്മ കണ്ടോ? എന്താ കേട്ടില്ല? ആദ്യം ആ കാതി വെച്ചിരിക്കുന്ന കുന്ത്രാണ്ട് അടുത്ത് മാറ്റി വെക്ക്. സോറി. ആ എന്താ മോള് ചോദിച്ചേ?
ഞാൻ ദേ അപ്പുറത്തെ റൂമിലാ. എന്റെ അമ്മയെ കണ്ടോന്ന് ചോദിച്ചതാ. ആഹാ, നല്ല ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, മിടുക്കി കുട്ടി. സത്യം ഇങ്ങനെ തന്നെയാ, നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കും. ആ, അല്ല, ആരേ സത്യ? എന്റെ കസിൻ സിസ്റ്ററാ. ആ ശരി, ഞാൻ ശിവൻ. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഒരു ഓറഞ്ച് തന്നാ കഴിക്കോ? തന്നാ കഴിക്കാം. ദാ. താങ്ക് യു അങ്കിൾ. പപ്പി എന്നാണല്ലേ പേര്? അതെങ്ങനെ അറിയാം? ആ, അതൊക്കെ അറിയാം. പത്മിനിന്നാ എല്ലാരും ഇഷ്ടത്തോടെ വിളിക്കുന്ന പേരാ പപ്പിന്ന്. എന്നാ ഞാനും അങ്ങനെ തന്നെ വിളിക്കാം, പപ്പിക്കുട്ടീന്ന്. ശിവനങ്ങളിന് എന്താ പറ്റിയേ? ആ, അതൊക്കെ ഇവിടുത്തെ ഡോക്ടർമാർക്കേ അറിയൂ. ഞാൻ എന്തായാലും അവര് തരുന്ന മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എങ്കിൽ പേടിക്കണ്ട, അങ്ങൾ എല്ലാ അസുഖവും മാറും. ഞാനും പ്രാർത്ഥിക്കാം. എന്നാ പോട്ടെ, ഞാനിത് റൂമിൽ കൊണ്ടുപോയി കഴിച്ചോളാം. ആ, മോള് നിന്നേ, ഇങ്ങ് വാ. അല്ല മോളെ, ആരാ ഈ വിഷ്ണു അച്ഛൻ? വിഷ്ണു അച്ഛനെ അറിയോ? അറിയില്ല, അതല്ലേ ചോദിച്ചത്. സത്യയുടെ അച്ഛനാ. ആണോ? ഞാൻ വിഷ്ണു അച്ഛൻ എന്നാ വിളിക്കാറ്. ഞങ്ങളോട് ഒത്തിരി ഇഷ്ടാ. ഞങ്ങളും അങ്ങനെ തന്നെയാ. ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുവന്ന് പറഞ്ഞ് മുങ്ങി നടക്കുക. ഒരു ദിവസം ഞങ്ങൾ കയ്യോടെ പൊക്കി ബീച്ചിൽ കൊണ്ടുപോകും. പക്ഷെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കാണാറേ ഇല്ല. മുങ്ങി നടക്കുക, എവിടെയാണെന്ന് അറിയേയില്ല. ആ, എന്നാ പിന്നെ നിങ്ങളുടെ വിഷ്ണു അച്ഛൻ പെട്ടെന്ന് വരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഇനി അഥവാ വന്നില്ലെങ്കിൽ ശിവനങ്കിൾ പുറത്തിറങ്ങി എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് കൺമുന്നിൽ കൊണ്ടുവരും. പോരെ? താങ്ക് യു അങ്കിൾ. ആ. ഉമ്മ. പപ്പി, മോളെ, പപ്പി. ഈ വിഷ്ണു അച്ഛൻ ആളെങ്ങനെയാ? അങ്കിളിനെ പോലെ തന്നെയാ, നല്ല സ്മാർട്ടാ. എല്ലാരെയും ഇടിച്ചു തോൽപ്പിക്കും. ആഹാ. പപ്പി ഇവിടെ ഉണ്ടോ? മോൾ ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞാൻ ശിവനങ്കിളിനോട് വിഷ്ണുച്ചന്റെ കാര്യം പറഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു. ഇവളെന്തെങ്കിലും കുറുമ്പ് പറഞ്ഞായിരുന്നോ? വലിയ വായാടിയാ. വീട്ടിൽ ഒരാളും കൂടെ ഉണ്ട്, ഇത്രയും പ്രായവും. രണ്ടും കൂടി ചേർന്നാ പിന്നെ ഒരാൾക്ക് ഇവരെ ജയിക്കാൻ പറ്റില്ല. പറഞ്ഞു, രണ്ടുപേരുടെയും വീരകഥകളും പറഞ്ഞു. ആ, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തന്നെ അത് പകുതി സ്വർഗമാണ്.